ഹലോ എവ്രി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ലീഗൽ T-20 സീരീസിൻ്റെ പാർട്ട് 5 വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ സീരീസ് നമ്മൾ ഓൾറെഡി 4 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളെല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കേരള ലോ എൻട്രൻസ്, ക്ലീ, ക്യുസാറ്റ് ഇതുപോലുള്ള വൈഡ് റേഞ്ച് ഓഫ് ലോ എൻട്രൻസ്, അതുപോലെ തന്നെ LLM എൻട്രൻസ്, ജുഡീഷ്യൽ സർവീസ്, ലീഗൽ അസിസ്റ്റന്റ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന, അതായത് കോമ്പറ്റീറ്റീവ് എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ധാരാളം ചോദ്യങ്ങളും ഉത്തരങ്ങളും എത്തിച്ചു കൊടുക്കുക എന്നാണ് ഈ ലീഗൽ T-20 സീരീസ് കൊണ്ട് ഞാൻ പ്രധാനമായി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി 4 വീഡിയോസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കാണാത്തവർ അത് ഉറപ്പായിട്ടും കാണാൻ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സബ്ജക്ട് സ്റ്റഡീസിൻ്റെ ഒപ്പം തന്നെ ഏറ്റവും അധികം ഫോക്കസ് കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ്. നമ്മളൊരു എക്സാം എഴുതുന്നതിന് മുന്നേ ധാരാളം ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. എന്നാലാണ് നമുക്ക് നന്നായിട്ടത് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സീരിയസ് ആയിട്ട് അറ്റൻഡ് ചെയ്യുക. ഒപ്പം ഒരു കാര്യം കൂടി ചെയ്യുക, നിങ്ങളുടെ സ്കോർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓരോ ശരി ഉത്തരത്തിന് 1 മാർക്കും, നെഗറ്റീവിന് -1. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ ഡോക്ട്രിൻ ഓഫ് റെസ് ജുഡിക്കേറ്റ ഈസ് നോട്ട് ആപ്ലിക്കബിൾ. ഓപ്ഷൻ എ ഹേബിയസ് കോർപ്പസ്, ഓപ്ഷൻ ബി സെർഷ്വറി, ഓപ്ഷൻ സി മാൻഡമസ്, ഓപ്ഷൻ ഡി കോവാറന്റ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ഹേബിയസ് കോർപ്പസ്. ഈ ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത് റിറ്റ് ആണ്. ഓക്കെ, ദർ ആർ 5 ടൈപ്സ് ഓഫ് റിറ്റ്സ് ഇൻ ഇന്ത്യ. സെൻ വാട്ട് ഇസ് എ റിറ്റ്? ഓക്കെ, റിറ്റ്സ് ആർ ഓർഡേഴ്സ് ഇഷ്യൂഡ് ബൈ കോർട്സ് ഫോർ ദ എൻഫോഴ്സ്മെന്റ് ഓഫ് റൈറ്റ്സ്. റൈറ്റ്സ് എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടി കോടതികൾ ഇറക്കുന്ന ഓർഡേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? റിറ്റ്സ് എന്ന് പറയും. ഇന്ത്യയിൽ 5 തരം റിറ്റുകളാണുള്ളത്. ഒൺലി ഹൈക്കോർട്ട് ആൻഡ് സുപ്രീം കോർട്ട് ക്യാൻ ഇഷ്യൂ റിറ്റ്സ്. സുപ്രീം കോർട്ടിന് ആർട്ടിക്കിൾ 32 പ്രകാരം, ഹൈക്കോർട്ടിന് ആർട്ടിക്കിൾ 226 പ്രകാരം എന്ത് ചെയ്യാൻ പറ്റും? റിറ്റുകൾ ഇഷ്യൂ ചെയ്യാൻ പറ്റും. ഇനി വാട്ട് ഈസ് ദ ഡോക്ട്രിൻ ഓഫ് റെസ് ജുഡിക്കേറ്റ? റെസ് ജുഡിക്കേറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ, വൺസ് എ മാറ്റർ ഈസ് ഫൈനലി ഡിസൈഡഡ് ബൈ എ കോമ്പിറ്റന്റ് കോർട്ട്, എ പാർട്ടി കനോട്ട് ഓപ്പൺ ദാറ്റ് കേസ് ഇൻ എ സബ്സിക്വന്റ് ലിറ്റിഗേഷൻ. ഓൾറെഡി ഒരു കേസിൽ ഒരു കോമ്പിറ്റന്റ് ആയി കോടതി തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതേ സെയിം സെറ്റ് ഓഫ് ഫാക്ട് വെച്ച്, സെയിം സെറ്റ് ഓഫ് ഇഷ്യൂസ് വെച്ച് പിന്നെ ഒരു കേസ് കൊടുക്കാൻ പറ്റില്ല. ഇറ്റ് ഈസ് ബാർഡ് ബൈ റെസ് ജുഡിക്കേറ്റ. അപ്പോൾ അതാണ് എന്ത് പറയുന്നത്? റെസ് ജുഡിക്കേറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. റെസ് ജുഡിക്കേറ്റ ഹേബിയസ് കോർപ്പസിന് ആപ്ലിക്കബിൾ അല്ല. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഓർഡർ റിജക്റ്റിംഗ് പ്ലെയിൻറ്റ് ഫോർ നോൺ പേയ്മെന്റ് ഓഫ് എ കോർട്ട് ഫീ ഈസ്. ഓപ്ഷൻ എ ഡിക്രി, ഓപ്ഷൻ ബി പ്രിലിമിനറി ഡിക്രി, ഓപ്ഷൻ സി നോട്ട് എ ഡിഗ്രി, ഓപ്ഷൻ ഡി നൺ. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ഡിഗ്രി. ഓക്കെ, CPC ഓർഡർ 7 റൂൾ 11 ആണ് റിജക്ഷൻ ഓഫ് എ പ്ലെയിന്റിനെ പറ്റി പറയുന്നത്. അപ്പൊ അത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. നമുക്ക് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ദ ഡോക്ട്രിൻ ഓഫ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് ഈസ് എലൈഡ് ഇൻ ദ കേസ് ഓഫ്. ഓപ്ഷൻ എ കാർലിൽ വേഴ്സസ് കാർബോളിക് സ്മോക്ക് ബോൾ കോർപ്പറേഷൻ, ഓപ്ഷൻ ബി ബാൽഫോർ വേഴ്സസ് ബാൽഫോർ, ഓപ്ഷൻ സി ഹാർവി വേഴ്സസ് ഫെയ്സി, ഓപ്ഷൻ ഡി ഡൺലോപ്പ് ന്യൂമാറ്റിക് ടയർ കോ ലിമിറ്റഡ് വേഴ്സസ് സെൽഫ്രിച്ച് ആൻഡ് കമ്പനി. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ഡൺലോപ്പ് ന്യൂമാറ്റിക് ടയർ കോ ലിമിറ്റഡ് വേഴ്സസ് സെൽഫ്രിച്ച് ആൻഡ് കോ. അപ്പോൾ എന്താണ് ഈ പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട്? വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദ വേർഡ് പ്രിവിറ്റി? പ്രിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ദ ടേംസ് ഓഫ് എ കോൺട്രാക്ട് ഓർ ആർ ബൈൻഡിങ് ഓൺലി ഓൺ ദ പാർട്ടീസ് ടു ദാറ്റ് കോൺട്രാക്ട്. ഒരു കോൺട്രാക്ടിന്റെ ടേംസ് ആരുടെ മേലെ ബൈൻഡ് ആവുള്ളൂ? ആ കോൺട്രാക്ട് പാർട്ടീസ് ആയവർക്ക് മാത്രം അത് ബൈൻഡിങ് ആവുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് മാത്രം ആ ടേംസിന്റെ ഒബ്ലിഗേഷൻസ് വരുള്ളൂ. ഈ ഡോക്ട്രിൻ ഓഫ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് എന്ന് പറഞ്ഞൊരു ഡോക്ട്രിൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് ഈ ഒരു കേസിലൂടെയാണ്. ഓക്കെ, സോ ഡോക്ട്രിൻ ഓഫ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് ഈ ഒരു കേസിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത്, ഈ കേസിൽ പ്രധാനമായിട്ട് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ only a party to a contract can sue for breach of contract. ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ആർക്കേ സ്യൂ ചെയ്യാൻ പറ്റുള്ളൂ? ആ കോൺട്രാക്ടിന് പാർട്ടി ആർക്ക് മാത്രമേ സ്യൂ ചെയ്യാൻ പറ്റുള്ളൂ, ഒരു സ്ട്രേഞ്ചർക്കോ അല്ലെങ്കിൽ തേർഡ് പാർട്ടിക്കോ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 4ാമത്തെ ചോദ്യം. കൺസെന്റ് ഈസ് ഡിഫൈൻഡ് ഇൻ ഡാഷ് ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട്. ഓപ്ഷൻ എ സെക്ഷൻ 13, ഓപ്ഷൻ ബി സെക്ഷൻ 14, ഓപ്ഷൻ സി സെക്ഷൻ 15, ഓപ്ഷൻ ഡി സെക്ഷൻ 16. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, സെക്ഷൻ 13. സെക്ഷൻ 13 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലാണ് എന്തൊരു കൺസെന്റ് എന്താണ് ഡിഫൈൻ ചെയ്തത്. ഇനി സെക്ഷൻ 14ലാണ് ഫ്രീ കൺസെന്റ് എന്താണ് ഡിഫൈൻ ചെയ്തത്. സോ സെക്ഷൻ 14 ഡിഫൈൻസ് ഫ്രീ കൺസെന്റ്. ഓക്കെ, എ കൺസെന്റ് ഈസ് സെഡ് ടു ബി ഫ്രീ ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഒബ്റ്റെയിൻഡ് ബൈ കോയേഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, മിസ്റെപ്രസെന്റേഷൻ, ഫ്രോഡ്, മിസ്റ്റേക്ക്. സോ സെക്ഷൻ 40 ഡിഫൈൻസ് കൺസെന്റ്.
free consent. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. The delay in filing a complaint under section 138 of Negotiable Instruments Act can be condoned. This is provided in section dash of NI Act. Okay, Negotiable Instruments Act. Option A 138A, option B 138B, option C 142A, option D 152B. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് 142B. ഓക്കെ, ഇനി സെക്ഷൻ 138 ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് എന്താണ് പറയുന്നത്? ഓക്കെ, ഇറ്റ് ഔട്ട്ലൈസ് ദ ഒഫൻസസ് റിഗാർഡിംഗ് ഡിസോണർ ഓഫ് ചെക്ക് ഡ്യൂ ടു ഇൻസഫിഷ്യൻസി ഓഫ് ഫണ്ട്. ചെക്ക് മടങ്ങുന്നത് അല്ലെങ്കിൽ ചെക്ക് ഡിസോണർ ആവുന്ന ഒഫൻസിനെ പറ്റിയാണ് 138 ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ചെക്ക് ഇൻസഫിഷ്യൻറ്റ് ഫണ്ട്, ബാങ്കിൽ ഫണ്ട് ഇല്ലാത്തതുകൊണ്ട് ഡിസോണർ ആയിക്കഴിഞ്ഞാൽ, ചെക്ക് മടങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ നോട്ടീസ് അയക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നോട്ടീസ് അയച്ച് ആ നോട്ടീസിൽ 15 ദിവസം എന്ത് ചെയ്യും? നമ്മൾ ടൈം കൊടുക്കും ആ ഡിസ്പ്യൂട്ട് റിസോൾവ് ചെയ്യാൻ വേണ്ടി. അല്ലെങ്കിൽ അവിടെ ആ എമൗണ്ട്, ഡിസോണറായ എമൗണ്ട് നമ്മൾ ആവശ്യപ്പെട്ട് 15 ദിവസം നമ്മൾ ടൈം കൊടുക്കും. 15 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സോൾവ് ആയില്ലെങ്കിൽ കോസ് ഓഫ് ആക്ഷൻ എറൈസ്. ഓക്കെ, കോസ് ഓഫ് ആക്ഷൻ എറൈസ് ചെയ്യും. കോസ് ഓഫ് ആക്ഷൻ എറൈസ് ചെയ്ത് 30 ഡേയ്സിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? 138 കംപ്ലൈൻറ്റ് കോടതിയിൽ നമ്മൾ ഫയൽ ചെയ്യണം. അപ്പോൾ അതാണ് എന്ത് പറയുന്നത്, ഈ 138 കംപ്ലൈൻറ്റ് ഒരു സ്റ്റെപ്സ് വരുന്നത്. അപ്പോൾ കോസ് ഓഫ് ആക്ഷൻ എറൈസ് ചെയ്ത് 30 ഡേയ്സ് ആണ് എന്ത് പറയും, പ്രിസ്ക്രൈബ്ഡ് ടൈം ഫോർ ഫയലിംഗ് ദ കംപ്ലൈൻറ്റ് ബിഫോർ എ കോർട്ട് ഓഫ് ലോ. ഇനി 30 ഡേയ്സ് കഴിഞ്ഞു, പ്രിസ്ക്രൈബ് പീരീഡ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? പിന്നെ നമ്മൾ പെറ്റീഷൻ ഫയൽ ചെയ്യണമെങ്കിൽ വി ഷുഡ് ഫയൽ എ ഡിലേ കണ്ടോണേഷൻ പെറ്റീഷൻ. ഡിലേഡ് റീസൺസ്, എന്തുകൊണ്ട് ആ കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യാൻ ഡിലേ ഉണ്ടായെന്ന് പറഞ്ഞ് പ്രോപ്പർ റീസൺസ് നമ്മൾ എന്ത് ചെയ്യണം? പറഞ്ഞുകൊണ്ട് നമ്മൾ ഡിലേ കണ്ടോണേഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യണം. എന്നിട്ട് ആ ഡിലേ കണ്ടോണേഷൻ പെറ്റീഷൻ കോടതി എന്ത് ചെയ്യണം? അനുവദിച്ചാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് 138 കംപ്ലൈൻറ്റ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ ഡിലേ കണ്ടോണേഷൻ പെറ്റീഷൻ്റെ പ്രൊവിഷൻ ആണ് 142B ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വേർ വാസ് ദ ഫസ്റ്റ് ഗ്ലാസ് ബ്രിഡ്ജ് ഇനോഗ്രേറ്റ്? ഓക്കെ, ഓപ്ഷൻ എ കൊച്ചി കേരള, ഓപ്ഷൻ ബി വിശാഖപട്ടണം ആന്ധ്രാപ്രദേശ്, ഓപ്ഷൻ സി കന്യാകുമാരി തമിഴ്നാട്, ഓപ്ഷൻ ഡി പോർബന്ദർ. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, കന്യാകുമാരി തമിഴ്നാട്. ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. നമ്മൾ ഈ ഒരു സീരീസിൽ നമ്മൾ ധാരാളം കറണ്ട് അഫയേഴ്സും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഓസ്റ്റിയോപൊറോസിസ് ഈസ് എ ഡിസീസ് വിച്ച് വാസ് സീൻ ഇൻ ന്യൂസ് പ്രൈമർലി affects which part of body? Option A heart, option B lungs, option C kidneys, option D bones. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ബോൺസ്. ഓക്കെ, ഓസ്റ്റിയോ എന്ന് പറഞ്ഞ വാക്കിൻ്റെ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ബോൺസ്. ഓക്കെ, അപ്പോൾ ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറഞ്ഞ ഡിസീസ് എന്താണ്? ബോൺസായി ബന്ധപ്പെട്ടുള്ള ഒരു ഡിസീസാണ്. ഓക്കെ, അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. The Ministry of Food Processing Industries inaugurated the 8th edition of Indus Food 2025 in which city? Option A Greater Noida, option B Varanasi, option C Lucknow, option D New Delhi. മറ്റൊരു കറണ്ട് അഫയർ ആണ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ഗ്രേറ്റർ നോയിഡ ആൻസർ. നമുക്ക് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. 9ാമത്തെ ചോദ്യം. കുമാനി ബാങ്ക് മഡ് വോൾക്കാനോ വിച്ച് വാസ് സീൻ ഇൻ ന്യൂസ് ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് കൺട്രി? ഓപ്ഷൻ എ വിയറ്റ്നാം, ഓപ്ഷൻ ബി ഇന്തോനേഷ്യ, ഓപ്ഷൻ സി അസർബൈജാൻ, ഓപ്ഷൻ ഡി മലേഷ്യ. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, അസർബൈജാൻ ആണ്. ഓക്കെ, അസർബൈജാൻ ഏത് കോണ്ടിനെന്റിലാണ് അസർബൈജാൻ എന്ന കൺട്രി വരുന്നത്? അറിയുന്നവർ കമന്റ് ചെയ്യും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നമുക്ക് 10th ക്വസ്റ്റ്യൻ. The Nord Stream pipeline is constructed under which sea? Option A Red Sea, option B Baltic Sea, option C Arabian Sea, option D Black Sea. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ബ്ലാക്ക് സീ ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. നമുക്ക് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഓക്കെ, ഇതും മറ്റൊരു കറണ്ട് അഫയർ ആണ്. ഓക്കെ, 11th ക്വസ്റ്റ്യൻ. ഹൂ ഇസ് ദ പ്രസന്റ് വൈസ് ചെയർമാൻ ഓഫ് നീതി ആയോഗ്? ഓപ്ഷൻ എ അരവിന്ദ് പനഗരിയ, ഓപ്ഷൻ ബി നരേന്ദ്രമോദി, ഓപ്ഷൻ സി സുമൻ ബെറി, ഓപ്ഷൻ ഡി രാജീവ് കുമാർ. ഇതിന് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, സുമൻ ബെരിയാണ്. ഓക്കെ, നീതി ആയോഗിനെ പറ്റി ഞാൻ മുന്നേ ഒരു ലീഗൽ T-20 സീരീസിനെ പറ്റി പറയുന്നുണ്ട്. പ്ലാനിംഗ് കമ്മീഷൻ റീപ്ലേസ് ചെയ്ത് വന്ന പുതിയൊരു ബോഡിയാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. നീതി ആയോഗിൻ്റെ ചെയർപേഴ്സൺ അല്ലെങ്കിൽ ചെയർമാൻ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. ഓക്കെ, അതിൻ്റെ വൈസ് ചെയർപേഴ്സൺ ഈസ് അപ്പോയിന്റഡ് ബൈ പ്രൈം മിനിസ്റ്റർ ആൻഡ് പ്രസന്റ് വൈസ് ചെയർപേഴ്സൺ ഈസ് സുമൻ ബെരി. ഓക്കെ, അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. 12ാമത്തെ ചോദ്യം.
Radcliffe line is a boundary between. ഇതൊരു GK ക്വസ്റ്റൻ ആണ്. ഓപ്ഷൻ എ ഇന്ത്യ ആൻഡ് ചൈന, ഓപ്ഷൻ ബി ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ, ഓപ്ഷൻ സി ഇന്ത്യ ആൻഡ് ബംഗ്ലാദേശ്, ഓപ്ഷൻ ഡി ഇന്ത്യ ആൻഡ് അഫ്ഗാനിസ്ഥാൻ. ഇതിന് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. റാഡ്ക്ലിഫ് ലൈൻ ഈസ് ദ ബൗണ്ടറി ലൈൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. ഇനി ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബൗണ്ടറി ലൈനിന്റെ പേരെന്താ? മക്മോഹൻ ലൈൻ, MAC, മക്മോഹൻ ലൈൻ. ഓക്കെ. ഇനി പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബൗണ്ടറി ലൈനിന്റെ പേരെന്താണ്? ഡ്യൂറന്റ് ലൈൻ, ഡ്യൂറന്റ് ലൈൻ, ഡ്യൂറന്റ് ലൈൻ. പിന്നെ അതുപോലെ തന്നെ വേറൊരു ബൗണ്ടറി ലൈൻ ഉണ്ട്, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള 38th പാരലൽ. 38th പാരലൽ, 38th പാരലൽ ഏത് കൺട്രീസ് തമ്മിലുള്ള ബൗണ്ടറി ലൈനാണ്? നോർത്ത് കൊറിയ ആൻഡ് സൗത്ത് കൊറിയ. അപ്പൊ നോർത്ത് കൊറിയയും സൗത്ത് കൊറിയയും തമ്മിലുള്ള ബൗണ്ടറി ലൈനിന്റെ പേരാണ് 38th പാരലൽ. ഓക്കെ. അപ്പൊ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. വിച്ച് കൺട്രി വിൽ ഹോസ്റ്റ് ദ നെക്സ്റ്റ് ഫിഫ വേൾഡ് കപ്പ്? അതായത് 2026 ഓക്കെ. ഓപ്ഷൻ എ ഖത്താർ, ഓപ്ഷൻ ബി USA, അയർലൻഡ്, മെക്സിക്കോ, ഓപ്ഷൻ സി റഷ്യ, ഓപ്ഷൻ ഡി US, കാനഡ, മെക്സിക്കോ. ഇതിന് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, US, കാനഡ, മെക്സിക്കോ. അടുത്ത വർഷം 2026 ഫിഫ മെൻസ് വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യുന്നത് US, കാനഡ, മെക്സിക്കോ. ഇനി 2030 ഫിഫ മെൻസ് വേൾഡ് കപ്പ് ഏത് കൺട്രി അല്ലെങ്കിൽ ഏത് കൺട്രീസ് ആണ് ഹോസ്റ്റ് ചെയ്യുന്ന അറിയുന്നവർ കമന്റ് ചെയ്യാൻ ശ്രമിക്കുക, അറിയാത്തവർ അത് കണ്ടുപിടിച്ച് പഠിക്കുക. ഓക്കെ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമുക്ക് സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ് ഈസ് എൻജോയിൻഡ് ബൈ. ഓപ്ഷൻ എ പ്രിയാമ്പിൾ, ഓപ്ഷൻ ബി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ഓപ്ഷൻ സി ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ഓപ്ഷൻ ഡി ഫണ്ടമെന്റൽ റൈറ്റ്സ്. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ. ഓക്കെ. ആർട്ടിക്കിൾ 50 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് പറയുന്നത് സ്റ്റെപ്പ് ഷുഡ് ബി ടേക്കൺ ടു സെപ്പറേറ്റ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ്. ഓക്കെ. അത് ആർട്ടിക്കിൾ 50 വരുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിലാണ് വരുന്നത്, സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ്. അടുത്ത ചോദ്യം നോക്കാം. ഹൂ പ്രൊപ്പൗണ്ടഡ് pigeon hole theory? ഓപ്ഷൻ എ വിൻഫീൽഡ്, ഓപ്ഷൻ ബി ഫ്ലെമിംഗ്, ഓപ്ഷൻ സി സാൽമൺ, ഓപ്ഷൻ ഡി ഹ്യൂസ്റ്റൺ. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, വിൻഫീൽഡ് ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്ത് നിന്ന് വരാം. ഈ പീജിയൻ ഹോൾ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഓഫ് ടോട്ട്സിൽ വരുന്നൊരു തിയറിയാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 16ാമത്തെ ചോദ്യം. പാർലമെന്റ് ഓഫ് ഇന്ത്യ കൺസിസ്റ്റ് ഓഫ്. ഓപ്ഷൻ എ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ലോക്സഭ ആൻഡ് രാജ്യസഭ, ഓപ്ഷൻ ബി ലോക്സഭ, രാജ്യസഭ ആൻഡ് വൈസ് പ്രസിഡന്റ്, ഓപ്ഷൻ സി ലോക്സഭ, രാജ്യസഭ ആൻഡ് സ്റ്റേറ്റ് അസംബ്ലീസ്, ഓപ്ഷൻ ഡി ലോക്സഭ ആൻഡ് പ്രൈം മിനിസ്റ്റർ ഓഫീസ്. ഓക്കെ. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ലോക്സഭ ആൻഡ് ലോക്സഭ, രാജ്യസഭ, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഇവർ ചേരുന്നതാണ് നമ്മൾ പാർലമെന്റ് എന്ന് പറയും. ഇത് പറയുന്നത് ഏത് ആർട്ടിക്കിളാണ് പറയുന്നത്? ഓക്കെ. ആർട്ടിക്കിൾ 79 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ് ഫോർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർലമെന്റ്. ആർട്ടിക്കിൾ 79 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ് ഫോർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർലമെന്റ്. അതിൽ പറയുന്നത് എന്താ? ഇന്ത്യൻ പാർലമെന്റ് ഷാൽ കൺസിസ്റ്റ് ഓഫ് ലോക്സഭ, രാജ്യസഭ ആൻഡ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 17ാമത്തെ ചോദ്യം. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ആൻ എഗ്രിമെന്റ് ഈസ്. ഓപ്ഷൻ എ അഡ്വർടൈസ്മെന്റ്, ഓപ്ഷൻ ബി ഇൻവിറ്റേഷൻ ടു ഓഫർ, ഓപ്ഷൻ സി പ്രൊപ്പോസൽ, ഓപ്ഷൻ ഡി ആക്സെപ്റ്റൻസ്. ഇതിന് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, പ്രൊപ്പോസൽ ആണ്. ഒരു എഗ്രിമെന്റിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഓഫർ അല്ലെങ്കിൽ പ്രൊപ്പോസൽ ആണ് അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ. നമുക്ക് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ ആർട്ടിക്കിൾ 21A ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? ഓപ്ഷൻ എ റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ഓപ്ഷൻ ബി റൈറ്റ് ടു ലൈഫ്, ഓപ്ഷൻ സി റൈറ്റ് ടു എഡ്യൂക്കേഷൻ, ഓപ്ഷൻ ഡി ഫ്രീഡം ഓഫ് റിലീജിയൻ. അതിന് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ. ഇനി ആർട്ടിക്കിൾ 21A ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇറ്റ് ഇസ് എ ഫണ്ടമെന്റൽ റൈറ്റ്. എന്താണ് ആർട്ടിക്കിൾ 21A എന്താണ് പറയുന്നത്? ദ സ്റ്റേറ്റ് ഷാൽ പ്രൊവൈഡ് ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ ടു എ ചൈൽഡ് കമ്മിങ് അണ്ടർ 6 and 14 years. 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ സ്റ്റേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ആർട്ടിക്കിൾ 21A. 6 to 14. ഓക്കെ. 6 to 14 വയസ്സ് ഏജ് ക്രൈറ്റീരിയ നിങ്ങൾ ഓർത്ത് വയ്ക്കണം. 6 to 14. ഓക്കെ. അതാണ് ആർട്ടിക്കിൾ 21. ആർട്ടിക്കിൾ 21A വാസ് ഇൻസേർട്ടഡ് ഇൻ 86th Amendment 2002. 86th Amendment 2002 ആണ് എന്ത് ചെയ്യുന്നത്? ആർട്ടിക്കിൾ 21A ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്ത് ചെയ്യുന്നത്? എൻകംപാസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നമുക്ക് 19th ക്വസ്റ്റ്യൻ. ദ മാക്സിം വിച്ച് എക്സ്പ്ലെയിൻസ് ദാറ്റ് എ പ്രിൻസിപ്പിൾ ഈസ് ലയബിൾ ഫോർ ആൻ ഏജൻസ് ആക്ട്.
Okay. Option A, voluntary non-fit injuria. Option B, damnum sine injuria. Option C, respondent superior. Option C, vis major. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, റെസ്പോണ്ടേറ്റ് സുപ്പീരിയർ. ഓക്കെ. ഈ നമ്മുടെ വൈക്കാരിയസ് ലയബിലിറ്റി, വാട്ട് ഇസ് വൈക്കാരിയസ് ലയബിലിറ്റി? ടോട്ടൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഡോക്ടറിനാണ് വൈക്കാരിയസ് ലയബിലിറ്റി. നോർമലി ഞാനൊരു ടോർഷ്യസ് ആക്ട് ചെയ്താൽ ഞാൻ മാത്രമേ ലയബിൾ ആവുള്ളൂ. വെനെവർ ഇഫ് ഐ കമ്മിറ്റ് എ ടോർഷ്യസ് ആക്ട് ഐ വിൽ ബി ലയബിൾ. പക്ഷേ ചില സാഹചര്യങ്ങളിൽ വേറൊരാൾ ചെയ്ത ടോർഷ്യസ് ആക്ടിന്, വേറൊരാൾ ചെയ്ത ഒരു കാര്യത്തിന് നമ്മൾ ലയബിൾ ആവും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? വൈക്കാരിയസ് ലയബിലിറ്റി എന്ന് പറയുന്നത്. അതിന് പ്രധാനപ്പെട്ട എക്സാമ്പിൾ പ്രിൻസിപ്പൽ ഏജന്റ് റിലേഷൻഷിപ്പ്. ഏജന്റ് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അത് പ്രിൻസിപ്പൽ ലയബിൾ ആവും. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് റെസ്പോണ്ടേറ്റ് സുപ്പീരിയർ. മാക്സിമം നിങ്ങൾ ഓർത്ത് വയ്ക്കാം. ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 28th ക്വസ്റ്റ്യൻ. An agreement to do an impossible act is option A, void. Option B, illegal. Option C, voidable. Option D, none of this. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അതിൻ്റെ ആൻസർ ആൻ എഗ്രിമെന്റ് ടു ഡു ആൻ ഇമ്പോസിബിൾ ആക്ട് ഈസ് വോയിഡ്. അത് നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന്റെ സെക്ഷൻ 56-ലാണ് പറയുന്നത്. ഓക്കെ. ആൻ എഗ്രിമെന്റ് ടു ഡു ആൻ ഇമ്പോസിബിൾ ആക്ട് ഈസ് വോയിഡ്. സെക്ഷൻ 56 ഓഫ് ICA, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. അപ്പോൾ ഇത്രയാണ് 20 ചോദ്യങ്ങൾ നമ്മൾ ഈ ഒരു സീരീസ് വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഈ ഒരു സീരീസ് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ സീരിയസ് ആയിട്ട് അറ്റൻഡ് ചെയ്യുക, സ്കോർ കമൻറ്റ് ചെയ്യുക നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ എന്തെങ്കിലും കാണാം. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം, നമ്മുടെ സപ്പോർട്ടാണ് വലിയ കാര്യം. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക.